ഭീമമായ ബഡ്ജറ്റോ വലിയ കാര്യങ്ങളൊന്നുമില്ല. കുഞ്ഞു ക്യാമറയും കുഞ്ഞു ടെക്നീഷ്യൻസും. ഞാൻ ജോലിക്ക് പോകുമ്പോൾ ഈ സ്റ്റോട്ടൊക്കെ വന്ന് നിന്ന് ഇതൊക്കെ മൊത്തത്തിലുണ്ട്. കൂടുതലും സ്കൂൾ പിള്ളേരാണ്. അവരൊക്കെ ഇങ്ങനെ ഇത് ചെയ്യുന്നുണ്ട്. അത് അവർക്കൊക്കെ ഇതൊരു പാഠമായിരിക്കണം. വിശ്വസിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവാം. കൂടെ നടക്കുന്ന ആൾക്കാരായിരിക്കും നമ്മളെ ചതിക്കുന്നത്. ആശയം ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അനുസരിച്ച് കുഞ്ഞൊരു ചിത്രമാണ്. അതായത് ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു ഗ്രാമപ്രദേശത്ത് ജീവിക്കുന്ന എല്ലാവരും കൂടെ ചേർന്ന് ചെയ്തൊരു ചിത്രമാണ്. അഭിനയമോഹികളായ കുറച്ച് പേര് ചേർന്ന് ചെയ്ത ചിത്രമാണ്. കുഞ്ഞൊരു ചിത്രമാണ്, പക്ഷേ നല്ലൊരു മെസ്സേജ് അവർ കൺവേ ചെയ്യുന്നുണ്ട്. ഓവറോൾ നല്ലൊരു സിനിമ. അതായത് ഇങ്ങനെ ഭീമമായ ബഡ്ജറ്റോ വലിയ കാര്യങ്ങളൊന്നുമില്ല. കുഞ്ഞു ക്യാമറയും കുഞ്ഞു ടെക്നീഷ്യൻസും എല്ലാവരും കൂടെ ചേർന്ന് അവരുടെ ഒരു ലിമിറ്റേഷനുള്ളിൽ ചെയ്തൊരു സിനിമയാണ്. അങ്ങനെ നോക്കുമ്പോൾ അവർ മാക്സിമം എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെയാണ് പടം. രസമുണ്ട്, കണ്ടിരിക്കുക. നല്ല പടം. കുഴപ്പമില്ലാത്തൊരു സിനിമ. ഒരു സാധാരണ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ. ഒരു ഗ്രാമത്തിൽ നടക്കുന്ന കുറച്ച് ആളുകളുടെ കൂട്ടായ്മയും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും നന്നായിരിക്കുന്നു. കുഴപ്പമില്ല, നല്ല പടമാണ്. സൂപ്പർ അടിപൊളിയായിരുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. അതിൽ വേഷം ചെയ്ത എല്ലാവർക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഞങ്ങളെ ഇങ്ങനെ ഒരു ഫിലിമിൽ വിളിച്ചതിന് ശിവാനന്ദൻ ചേട്ടനും കുൽഭട്ട് ചേട്ടനും ഒക്കെ ഒരുപാട് നന്ദി. ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദി. ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. നല്ലതാണ്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ മയക്കുമരുന്ന്, വെള്ളോടി, ഇത് കാരണം ചില സമയങ്ങളിൽ സ്ത്രീകൾക്ക് പോലും പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്തൊരവസ്ഥ. ഇതെല്ലാവർക്കും ഒരു ഗുണപാഠമാണ്. എന്തായാലും അടിപൊളിയായിരുന്നു. ഇത് നമ്മളെ നാട്ടിൽ നടക്കുന്ന കഥകളാണ്. ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇതെല്ലാം ഉണ്ട്. നമ്മൾ ബസ് സ്റ്റാൻഡിലൊക്കെ ഇപ്പം ഞാൻ ജോലിക്ക് പോകുമ്പോൾ ഈ സ്റ്റോട്ടൊക്കെ വന്ന് നിന്ന് ഇതൊക്കെ മൊത്തത്തിലുണ്ട്. കൂടുതലും സ്കൂൾ പിള്ളേരാണ്. അവരൊക്കെ ഇങ്ങനെ ഇത് ചെയ്യുന്നുണ്ട്. അത് അവർക്കൊക്കെ ഇതൊരു പാഠമായിരിക്കണം. എന്തായാലും ഈ ഫിലിം വൻ വിജയമാക്കട്ടെ. ഒരുപാട് നന്ദി. പടം നന്നായിരുന്നു. സാധാരണ വളരെ സാമ്പത്തികമായ കുറഞ്ഞ രീതിയിൽ ഒരു 50-55 വയസ്സിന് മുകളിലുള്ള ആൾക്കാരുടെ ഒരു കൂട്ടായ സംരംഭമായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറത്ത് ഒരു നല്ലൊരു റിസൾട്ടാണ് നമ്മൾ ഈ പടം കണ്ട ആൾക്കാരുടെ അഭിപ്രായം. നമ്മൾ ഇപ്പോൾ ഈ കൂടെ നടക്കുന്ന എല്ലാ ആൾക്കാരും വിശ്വസിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവാം. കൂടെ നടക്കുന്ന ആൾക്കാരായിരിക്കും നമ്മളെ ചതിക്കുന്നത്. പിന്നെ ലഹരി ഇന്ന് നാടിനെയും രാജ്യത്തിനെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിപത്താണ്. അതിൽ നമുക്കുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ, കുടുംബത്തിലുണ്ടാകുന്ന സംഘർഷാവസ്ഥകൾ, അതാണ് ഇതിനെ കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്നാണ്. പുതിയ പാളിച്ചകളെല്ലാം നമ്മൾ തിരുത്തിക്കൊണ്ട് പുതിയ പ്രോജക്റ്റുകളിലൂടെ കിടക്കുന്നുണ്ട്. അതിന് ചർച്ചകളും കാര്യങ്ങളും നടക്കുകയാണ്. ഞാനൊരു കുറച്ച് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, 7 ചെയ്തിട്ടുണ്ട്. സിനിമ ഇപ്പോൾ ചെയ്യുന്ന ഇതാദ്യമായിട്ടാണ്. പിന്നെ നമ്മൾ ഒരു പരിമിതി വെച്ചുകൊണ്ടുള്ള ചെയ്തൊരു സാധനമാണ്. ആശയം ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അനുസരിച്ച് ഇന്നത്തെ ചെറുപ്പക്കാർ ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ച് നമ്മൾ ഒരു ആശയം ഉൾപ്പെടുത്തിയെന്ന് മാത്രമാണ്.